ഓജോപാട് കളിക്കുന്നില്ലേ എന്താ ഇവനെ എന്താ റാംബോനെ നമ്മൾ ഏൽപ്പിച്ചത്. എല്ലാം സെറ്റാണ്, വീട്ടില് ആണുള്ളത് പറയുന്നത്. ഷെഫ് എന്റെ പേരെന്തായിരുന്നു? ഇത് നമ്മളെ ഷെഫ്, അല്ലല്ലേ ഇവ ഷെഫല്ലാട്ടാ, ബുക്ക്. ഇത് കള്ളം കുക്ക്, ഇത് കള്ളം ഞാൻ നേരത്തെ ചിക്കൻ എടുത്തത്. ഈ കുക്ക് നോക്കട്ടെ ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്. അപ്പോ ചിക്കൻ ഉണ്ടാക്കലാമാ. ഓക്കെ, എല്ലാ ഡിഷും ഞാനിവിടുത്തെ ഷെഫ്. എവിടെയാണ്? മണ്ണടക്കാട്, പാലക്കാട് അല്ലേ? അപ്പൊ എന്തായാലും ഓരോ പരിപാടി നടക്കട്ടെ. ഓക്കെ ഓക്കെ, മതി നമുക്ക് അധികം. ഫുഡ് റെഡി അല്ലേ ഷെഫ്? അങ്ങനെ കഷ്ടപ്പെട്ടൊരു ഇൻസ്റ്റ വാങ്ങാൻ നോക്കുമ്പോ മോളെ മൂട്ടിലേക്കാ ക്യാമറ കൊണ്ടുപോകുന്നത്. ഇസ്മി അയറല്ലോ പറഞ്ഞ ഓൾറെഡി ചോദിച്ചു നോക്ക്. നീ ക്യാമറ കൊണ്ടല്ലോ, ഓള് ക്യാമറ എടുക്കലാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോയല്ലേ. ആകെപ്പാടെ തളർന്ന് ക്ഷീണിച്ച് നല്ല ക്ഷീണമുണ്ട്. കാണിക്കില്ലായിരുന്നു ഇതാ പുതിയ വണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിച്ചു നോക്കണം ചാറ്റിനോട്, ചോദിക്കോ ഇവിടെ ഫോളോ ചെയ്യാൻ പറയുന്നത്. ചാറ്റ് പറ, യെസ് ഓർണോ ചാറ്റ് പറഞ്ഞ ഫോളോ ചെയ്യാം. അന്നെ നോക്കുന്നു ചാറ്റ് ഈ ചാറ്റ് ചാറ്റ് മൊത്തല്ലേ സമാധാനമായല്ലോ. നോ യെസ് മിക്സഡാ, യെസ് നോ മിക്സഡാ. ഇല്ല അത് കുറവാ, ഇല്ല ഫുള്ള് നോവാ. ഞാൻ ഫുഡ് കഴിച്ചിട്ടാ അങ്ങനെ ചെയ്യരുത്. പാവം ഒക്കെ വിഷമായിട്ടുണ്ടോ? കാര്യം പറയാം. അല്ലല്ല ഞാൻ പോയാണെന്നല്ല, ഞാൻ കാര്യം പറയാം. നീ പോയാൽ തന്നെ എല്ലാ കോഴികളും വിഷമാവുന്നു. നമ്മളില്ല എനിക്ക് കൂട്ടായിട്ട് ഞാൻ ഒരു മാംഗോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അതിൽ കൈയിടാൻ വരരുത്. മാംഗോ ജ്യൂസ് വേണമെങ്കിൽ വേറെ പറഞ്ഞു. ഞാൻ മാംഗോ ജ്യൂസ് പറഞ്ഞു, എല്ലാവരോടും പറയാം. ലേറ്റ് ഉണ്ടോ?
മോളത്തെ ലൈറ്റ് ഒന്ന് ഇട്ടോ അഖിൽ സാഹിബിനെ സാഹിബിന്റെ മോഹനല്ല സാഹിബിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ തിരക്കിന്ന് പറയാം എന്നോട് പറയാം സാഹിബിനെ തിരക്കിന്ന് പറയണത് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സാഹിബിന്റെ വീട്ടിൽ എന്ന് പറയാം ഹായ് ഡാഡി ഡെസേർട്ട് എന്താ പുഡിങ് അങ്ങനെ നിനക്ക് ഫുഡ് പറഞ്ഞ ഫുഡ് കഴിച്ചാൽ अभी थोड़ा थोड़ा है पिकअप नहीं हो गया थोड़ा ആ വെയിറ്റ് കറക്കാം വെയിറ്റ് കറക്കാം ടാബിൾ അടിച്ചൂടെ ആ എത്ര 6 പേരില്ലേ 7 നമുക്ക് തന്നെ ചെയ്യാം തള്ളു. താഴെ കഴിച്ചില്ല ഇല്ലെങ്കിലില്ലേ കണ്ണുകളൊന്നാണേ ഞാൻ കുറച്ച് ഡെസേർട്ട് എടുത്തു ഫുഡ് കഴിച്ചതിന്റെ ഫുഡ് കഴിച്ചതിന്റെ ഡെസേർട്ട് എന്ന് പറയാം ഇങ്ങോട്ടോ ഇരിക്കും പരടിക്കാക്ക് പറഞ്ഞാലോ ഇരിക്കും ചേട്ടൊക്കെ പോണല്ലോ ചേട്ടൊക്കെ പോണല്ലോ ആയിരം ഐ തിങ്ക് ഷമീർ ലവ് തൊപ്പിയെന്ന് ബോഡി സ്പാ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കിടിലൻ സാധനം വരുന്നു IRL ഫുൾ ഫോം IRL എന്ന് പറഞ്ഞാൽ IRL ഇന്ത്യൻ അല്ല നിക്ക് IRLന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ടാണ് പറ്റില്ല ഞാൻ പറയാം ഇന്ത്യൻ റെയിൽവേ അല്ല ഇന്ത്യൻ റിയൽ ഇന്ത്യൻ റൂറൽ ലിമിറ്റഡ് റിയൽ ലാൻഡ് മമ്മ എന്താ പറഞ്ഞത് മമ്മ എന്താ പറഞ്ഞത് ഇന്ത്യൻ മമ്മ എന്താ പറയുന്നത് നോക്കിയാ IRLന്റെ ഫുൾ ഫോം എന്താവുമ്പോ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ഇന്ത്യൻ അല്ലല്ല റൂറൽ ലിമിറ്റഡ്. എടാ ഒരു സ്ട്രീമർ ആകാൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ മണ്ണന്മാർക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ ഓർത്തത് ഞാൻ ഒരു ക്ലാസ് എടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇവന്മാരിൽ എങ്ങനെ ഒരു സ്ട്രീമേഴ്സ് ആവും? ഇവരെല്ലാം എംആർജിയിലെ സ്ട്രീമേഴ്സ് ആക്കി എടുക്കാൻ എന്റെ പ്ലാന്. പക്ഷെ ഈ IRL ഫുൾ ഫോം പോലും അറിയില്ല മണ്ടന്മാര്. പല ചിലക്കണക്കുഞ്ഞോളെ വരുന്നു ബ്രോ സിഗ് ഇടുന്ന ഇല്ലടാ സ്ട്രീമില് സിഗ് വലിക്കണം. സ്ട്രീമില് ബാഡ് ഇൻഫ്ലുവൻസോ ഇതെന്താണ് എന്റെ മുടിയല്ലേ ഇങ്ങനെ അതിന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടോ. അതെ ജാസി കൊടുത്തു ഫുള്ള് കളിച്ചിട്ട് ഫുള്ള് ഉണ്ടായില്ലേ തലവേദന എടുക്കും കാര്യം എന്താ നമുക്ക് കിട്ടൂലട്ടാ ഇവിടെ തിന്നിരിക്കുന്നു. നല്ല മാങ്കോന്റെ സാധനം ശിവന്റെ ഫോൺ വരുമോ? എന്തിനാ നല്ല ടേസ്റ്റ് അവളോട് സോറി പറയാൻ റെസ്പെക്ട് വേണം ബ്രോ. ഞാനെന്ത് തെറ്റ് ചെയ്തു? നിങ്ങളാ തെറ്റ് ചെയ്തത്. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ എന്നെ പറഞ്ഞത് എല്ലാം പറഞ്ഞത്. എല്ലാവർക്കും കൊടുക്കടാ ഓരോ പ്ലേറ്റ്. തൊപ്പിക്കും അറിയില്ല IRL ഫുൾ ഫോം ആണ്. IRL ഇൻ റിയൽ ലൈഫ്. IRL എന്ന് പറഞ്ഞാൽ ഇൻ റിയൽ ലൈഫ്. അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സാധാരണ സ്ട്രീമേഴ്സ് ലൈവ് ചെയ്യുമ്പോൾ 99% ലൈവ് ചെയ്യുമ്പോൾ റിയൽ ലൈഫ് അല്ല, ഓൺലൈൻ അല്ലേ. റിയൽ ലൈഫ് തന്നെയല്ലേ ചെയ്യുന്നത് ബ്രോ. കേക്ക് ബ്രോ പറയുന്നത് കേക്ക്. അതായത് സാധാരണ 99% സ്ട്രീമേഴ്സ് ലൈവ് ചെയ്യുമ്പോൾ PC-ന്റെ മുന്നിലായിരിക്കും, ക്യാമറ മുന്നിലായിരിക്കും. കൂടുതൽ സമയം ഗെയിമിലായിരിക്കും, അല്ലെങ്കിൽ ഒമേഗകള്, റിയാക്ഷൻ, അങ്ങനെ ഇതായിരിക്കും. അത് ഓൺലൈൻ വേൾഡ് ഇല്ല. അത് റിയൽ ലൈഫ് ആയിട്ട് ബന്ധം കുറവാണ്. അത് അതിൽ തന്നെ ഒരു 6 മാസം ഇരുന്ന് നോക്കി. അങ്ങനെ ഇരുന്നിട്ടില്ല. ഞാൻ വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടില്ല. കേസരി പോലെ ശരിക്കും ഷുഗറല്ലേ വെറുതെ. ഇത് മാങ്ങ. എന്നോട് ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. കോച്ച്
നല്ല ടേസ്റ്റും. വയറ്റിനൊരു ആശ്വാസമല്ല. അതിന് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ തിന്നുകൊണ്ട് കഥാ പ്രശ്നമാണ്. കോച്ചനോട് ആണ് തിന്നണ്ടാവും. എന്നാ ഓരോ പ്ലേറ്റ് കൊടുത്തോ. മതി. കഴിക്കണ്ടേ? സൗണ്ട് പോയിന്നോ? ജാസി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു മാങ്ങ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പാടില്ല. ഇല്ല. റെസ്പെക്ട് ഇവരുടെ പുതപ്പിനുള്ളിൽ കളിച്ചിട്ട് പറയുന്നത് അല്ലേ? എന്തെല്ലോ അറിയാം ഇവര്. എന്തേലും പറയണ്ട നിന്നെ പോലെയാണോ ഇവര് ഇങ്ങനെ പറയുന്ന ഒരു ബന്ധമില്ലാണ്ട് സ്പാം ചെയ്യുന്ന ആൾക്കാർ? ഞാൻ എന്താ ബന്ധമില്ലാണ്ട് പറയുന്നത്? നീ അങ്ങനെ തന്നെ എന്തെല്ലോ മാങ്ങ ജ്യൂസാ? മാങ്ങ ജ്യൂസ് വേണം എല്ലാവർക്കും. ഇപ്പൊ ഓർഡർ ചെയ്യണം. ആ ചെയ്തോ. എൻ്റെ മാങ്ങ ജ്യൂസ് വേണം. BMW ഇതെന്റേതാണ്. ഈ മാങ്ങ പുളിച്ച മാങ്ങ തോന്നുട്ടോ അല്ലേ? കുളിച്ച മാങ്ങ പോലെ തോന്നുന്നു. മമ്മു പ്രപ്പോസ് ആരെ പ്രപ്പോസ് ചെയ്യാൻ? മാങ്ങന്റെ മണലുണ്ട്. അല്ല മാങ്ങ കുളിച്ച ടേസ്റ്റ് ഉണ്ടോ? അൺഫോളോ ഷാഫി പറയുന്ന അത് ഞാൻ മറന്നുപോയി. എന്ത് ഇങ്ങനെ എല്ലാവരും ഒരു സ്ട്രോട്ട് കുടിക്കല്ല. ഫോണിലാണ് ഇൻസ്റ്റാ അക്കൗണ്ട് മാറ്റി ക്യാമറ പിടിച്ച് കൈ ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗിനാ? ഇൻസ്റ്റാ അക്കൗണ്ട് മറ്റേ ഫോണിലെ മുന്നിന്റെ ഫോണിലും ഇല്ല, ഈ ഫോണിലേ ഉള്ളൂ. മറ്റേ ആൻഡ്രോയിഡ് ഫോൺ വീട്ടിലാണ്. ഞാൻ ഫോളോ ചെയ്തോളാം ഞാൻ മറന്നുപോയി. എല്ലാരും എന്താ കുടിച്ചത്? ഇത് എല്ലാവരും ഇതിലാണ് കുടിക്കുന്നത്. ചുണ്ടോക്കുന്നത് അല്ല നീ ഇപ്പൊ എന്താ ചെയ്തത്? നമ്മള് കുടിച്ചാൽ കഷ്ണം മുറിച്ചാൽ ഞാൻ നിന്റെ രണ്ടാളതും തുപ്പുറായി. അതെന്തിനാ ഞാൻ ഷെമീറേ നമ്മളാരും ഇങ്ങനെ അങ്ങനെ ഞാൻ ക്യാമറ പിടിച്ച് കൈ എടുക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇവൻ കുടിച്ചതിൽ നമ്മൾ കുടിക്കും. ക്യാമറ നമ്മളെ കുറെ ചുണ്ട് കുടിക്കും. ജാസി എന്താ ഫുഡ് ആയിട്ടില്ല മോനെ. എത്ര സമയം? 10 മിനിറ്റ്. നമ്മുടെ ജാസി തൊപ്പി പ്ലീസ് കണ്ണൂർ സ്റ്റേ ഓൺ കണ്ണൂർ വിത്ത് ലൈവ് എന്നാ. കണ്ണൂരിൽ എല്ലാടോ കണ്ണൂർ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സദാചാരം കൂടുതലാണ് കണ്ണൂരിൽ. സദാചാരികളെ സ്ഥലം എല്ലാവരും രക്ഷപ്പെട്ടു പോകണം. കണ്ണൊരു രസമില്ല. രസത്തിന്റെ അല്ല, കണ്ണൂർ പ്രശ്നം എന്ന് പറഞ്ഞാൽ സദാചാരികൾ കാരണം ആ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു പോയത്. ഓടിയെന്നല്ല ഇപ്പൊ ആരും സ്വന്തം നാട്ടിൽ കുറച്ചാലും കഴിഞ്ഞാൽ ഈ കളവന്മാർ മരിക്കും. കണ്ണൂര് കാസർഗോഡ് ഇവിടെയുള്ള പിള്ളേരെല്ലാവരും പഠിക്കാനും ഇതിനെല്ലാം വേറെ വേറെ നാട്ടിൽ പോയി. കാരണം സദാചാരം കൂടുതലാണ്. മലപ്പുറം കുറച്ചാലും കഴിഞ്ഞാല് ഈ കളവന്മാർ മരിക്കുമ്പോ പിള്ളേർ വരൂലേ? അപ്പൊ എല്ലാവർക്കും നല്ല ചില്ലാവൂലേ? അതിന് വെയിറ്റ് ചെയ്യണ്ടേ? കുണ്ണാള് ചത്തോടങ്ങാൻ അത്ര അതുവരെ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റും. അല്ല അപ്പൊ അവര് പിള്ളേരും കളവന്മാരാവൂലേ? അപ്പൊ വേറൊരു വൈബായിരിക്കും. അതും മോശമായിരിക്കും. അതും ആ ടൈമുള്ള ജൻസിക്ക് അത് മോശമായിരിക്കും. ഇതെപ്പാ ശരിയാകാം? അപ്പൊ ഇത് ശരിയാ എനിക്കറിയില്ല. പണം അറിയും എന്നോട് ചോദിക്കുന്നത് ശരിയാവും. ഞാൻ തള്ളാവോ? അല്ല ഇതിനെ കുറിച്ചെല്ലാം അറിയുന്നല്ലേ എനിക്ക്. എനിക്കെങ്ങനെ ഫ്യൂച്ചർ അറിയാൻ പറ്റുമോ? ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാനൊക്കെ എന്റെ അഭിപ്രായം പറയാം. നീ നിന്റെ അഭിപ്രായം പറ. ഇങ്ങനെ പറയുന്നവരെ കായികമായി അല്ലേ? അതാണ് അതിന്റെ ശരി. മലബാർ ഏരിയ ബോറാണ്. മലബാർ ഏരിയ കോഴിക്കോട് അടിപൊളിയാണ്. മലപ്പുറത്തെ അടിപൊളി സ്ഥലം. മലപ്പുറം നല്ലതാണ്. പിന്നെ അടിയുണ്ടല്ലോ കണ്ണൂര് പോലെ. മലപ്പുറത്ത് മീൻസ് നല്ല ആൾക്കാരും തന്നെ, പക്ഷെ അവിടെ ജീവിക്കാൻ കൊള്ളൂല. മാങ്ങ ജ്യൂസ് എത്ര പറഞ്ഞു ജാസി? പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് വേണ്ടേ? ഗോപി മഞ്ചൂരിയൻ ഉണ്ട് കേട്ടോ. ഗോപി മഞ്ചൂരിയൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഗേപ്പ് പട്ടൂരി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പ്ലേറ്റ് വേണ്ട, സൂപ്പ് ആയിരിക്കും. സൂപ്പ് എന്താ? തുപ്പിക്കുള്ള കട്ടാലോ? കട്ട എന്ത് കട്ട്? ഇതെന്താ പോയി എടുക്കാം. എന്ത് സൂപ്പാ? എന്തായാലും പറയാ കോണം. ഇത് കോൺ സൂപ്പ്.
നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോണോ അല്ല നല്ല രുചിയില്ലേ ബ്ലാക്ക് ഫോർച്യൂണർ എയർ ക്യാമ്പിലാ നിസ്കരിച്ചു നോക്കാം നിസ്കാരം ഞാൻ സ്കെച്ച് എടാ ഇതെന്താ ഭൂമി പോയിട്ട് ഒരു കുളി വിളിക്കണം പെട്ടെന്ന് പോയാലോ ജാസി ഫേക്ക് ഇത് മരുന്നടിക്കാറുണ്ടോ മീൻസ് മരുന്നടിക്കാറുണ്ടോ ഞാനാ ആരാറില്ല മരുന്നടിക്കാറുണ്ടോ ചോദിക്കുന്നു കോൺ ഇത് കോൺ സൂപ്പ് സ്വീറ്റ് കോൺ മറ്റേ ഇത് ചോളം ചിക്കൻ അല്ല അല്ലേ ഗ്രീൻ പീസ് ഒന്നും സൂപ്പർ ചോളാടാ സ്വീറ്റ് കോൺ ഗ്യാങ് വണ്ടിയിലാണോ വന്നത് നാടോ ഗ്യാങ് വണ്ടി നേരത്തെ കാണിച്ചല്ലോ ഫസ്റ്റ് ലൈവ് തുടങ്ങുമ്പോൾ ഗ്യാങ് വണ്ടി കാണിച്ചല്ലോ ഇത് നല്ല ഹെൽത്തി സാധനം അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഇങ്ങോട്ട് വെച്ചാൽ എനിക്കറിയാം നല്ല സാധനം ബ്രോ എവറി റൂട്ടർ ലൈവ് പുട്ടേഴ്സ് ഹൈലൈറ്റ്സ് ഓൺ യൂട്യൂബ് എല്ലാ ലൈവ് അങ്ങനെയാണോ ചാറ്റ് ഞാൻ റൂട്ടറിൽ ചെയ്യുന്ന എല്ലാ ലൈവും ഹൈലൈറ്റ് ആയിട്ട് യൂട്യൂബിലിടണോ ഇടയ്ക്കപ്പം കിട്ടാൻ പോരാ കുപ്പി പറ്റോ എനക്കെന്ത് മതി ഞാൻ ഒരു വാക്ക് പറഞ്ഞോ അവരിട്ടോളൂ ഞാൻ പിന്നെ ചറവറ ഇങ്ങനെ ചറവറ സാധനങ്ങൾ ഇടുന്നത് എനിക്കൊന്നും അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല അല്ലെ ഞാൻ റീൽസ് ഒന്നും അത് ഇടാത്ത അങ്ങനെ ചറവറ സാധനങ്ങൾ ഇടുന്ന ഇഷ്ടമല്ല പിന്നെ എപ്പോഴും നല്ല വൈബിളൊന്നും കുട്ടി എടുത്തിടാം അല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോറി ഒന്നും ഇടാത്ത ഞാൻ ഇങ്ങനെ ലൈവ് വരുന്ന അത്യാവശ്യ കാര്യങ്ങളല്ലേ സ്റ്റോറി ഇടും എല്ലാവരും സ്റ്റോറി എഡിറ്ററിനെ കിട്ടിയോ എഡിറ്ററിൽ 15 പേരുണ്ട് ഒരാളെ സെലക്ട് ചെയ്യണം എൻ്റെ പ്ലാൻ എന്താ അറിയോ എഡിറ്ററെ സെലക്ട് ചെയ്യാൻ ഞാൻ ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട് മീൻസ് ഇപ്പോൾ എത്ര 10 15 12 പേര് ഇതാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾ റോങ് ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരാൾ മറ്റേക്കായിരിക്കും കിട്ടേണ്ടത് അർഹതപ്പെടുന്ന ആൾ മറ്റൊരാളായിരിക്കും അപ്പം ഞാൻ ഒരു പ്ലാൻ ആക്കിയെന്ന് വെച്ചാൽ എല്ലാവരെയും വിളിച്ച് ഓരോ ദിവസം 12 ദിവസം വന്ന് നിൽക്കുക ഓരോ ദിവസം ഒരാൾ വന്ന് നിന്നിട്ട് നമുക്ക് നോക്കാം വൈബ് നോക്കാം സ്കിൽസ് നോക്കാം വൈബും സ്കിൽസ് മാത്രം നോക്കണം നല്ല എട്ടിയ അറിയാവുന്ന സ്കില്ല് നോക്കുക പിന്നെ നമ്മൾ വെച്ചുള്ള വൈബ് ഓക്കെ ആണെന്ന് നോക്കാം മീൻസ് ക്യാമറയിലല്ലോ ഓക്കെ നോക്കാം അങ്ങനെ അതിൽ നിന്ന് ഒരാളെ ചാറ്റ് പറയുന്ന ഒരാളെ എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നമുക്ക് അങ്ങനെ നല്ലതെന്ന് തോന്നുന്ന അയാളെ ഫുഡ് റെഡി ജ്യൂസ് തൊപ്പിക്ക് എനിക്കെന്താ വിഷമം പോലെന്ന് ചോദിക്കുന്നവരോട് നമ്മളിവിടെ റിസോർട്ടിൽ ചില്ല് ചെയ്യാൻ വന്നതാണ് നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് ഓണായിട്ട് ചെയ്യും ഇവിടെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വന്നല്ല ചില്ല് ചെയ്യാൻ വന്നല്ലേ ഇവിടെ കടന്നുറങ്ങാം നമുക്ക് സോഫയിൽ പോയി ഇരിക്കാം ഇതെന്താ ഇത് നമ്മുടെ സാധനം അഫ്ഗാൻ ചിക്കൻ ആകട്ടാ ഇങ്ങനെ മെല്ലെ സാധാ ചിക്കൻ എടാ അവരെടുത്തരൂ ഫിഷ് മുളക് ഇട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഇതെന്താ മുട്ടക്കറിയാ എഗ് കറി ഇത് അഫ്ഗാനി ചിക്കൻ മസാല മുനോ എന്താ കഴിക്കണ്ടേ ഫുള്ള് വെച്ചോ അത് കുഴപ്പമില്ല കുറച്ചെന്തേ തിന്നോ ഇതാ ഡൈ ഫുഡ് എടുത്ത് ഇതാ എന്താ ക്ലോളിഫ്ലവറാ ഇത് നോൺ വെജ് സലാഡുകളുണ്ട് ഇവിടെ ഇത് സാലഡ് ഇത് മറ്റേ ഇതാണ് നല്ല കൂണല്ല എന്താണ് മകനെ ഷമീറ ഏത് ഈ സാധനം ഇത് സാലഡ് ചെല്ലോ സാലഡ് ഉണ്ട് Which one is soft? ജ്യൂസ് എപ്പോൾ വരാം നല്ല പാടുള്ള
എന്താ ജ്യൂസ് മാംഗോ ജ്യൂസ് ഇപ്പൊ വരുവാ മാംഗോ ജ്യൂസ് അത് അങ്ങനെ എന്തി പറയാം മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് ഹിന്ദി നാം മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് മാംഗോ ആം ജ്യൂസ് ആം പാനി ആം ജ്യൂസ് ക്യാ ആം ജ്യൂസ് മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് അല്ലാണ്ട് വേറെ ജ്യൂസ് ഏതാണെന്ന് ചോദിച്ചോ എങ്ങനെ എന്തിനും ഫുഡ് റിവ്യൂ ഞാൻ ഫിഷ് എടുത്തിന് പിന്നെ ഇത് എന്താ കബാബിന് എന്തോ പിന്നെ അതേപോലെ തന്നെ ഇത് എന്താ അഫ്ഗാനി ചിക്കൻ നോട്ടെ ഓക്കെ ഞാൻ റൊട്ടിയോ ഞാൻ എടുത്തിട്ടുണ്ട് അഫ്ഗാനി ചിക്കൻ സാലഡ് ഇതെന്താ ആ സാലഡ് കച്ചമ്പർ ആ എല്ലാം അങ്ങനത്തെ പച്ചക്കറി ഉണ്ടല്ലോ ഞാൻ അഫ്ഗാനി ചിക്കന് കോഴി വെച്ച് ഉരുളക്കി കരട്ട് ഞാൻ എന്താക്കുന്നത് ഒരു കഷ്ണം അഫ്ഗാനും അതിന്റെ ഒപ്പം തന്നെ ഇത് എന്താ അൽഫാം എന്തോ കഷ്ണാക്കിയെന്തോ ഇത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഒരു പൊടി മമ്മൂന്റെ റിവ്യൂ നോക്കട്ടെ റിവ്യൂറാ ഒരു ഫിഷ് മുളക് ഇട്ടുണ്ട് കേട്ടോ അതിനെ എടുക്കാൻ പറ്റുന്നത് ഞാൻ അഫ്ഗാൻ ചിക്കനും ചിക്കൻ പൊരിച്ചെടുത്തത് അഫ്ഗാൻ വെള്ളം കുറച്ചുകൂടെ അതെ പിന്നെ ഉരുളക്കിഴങ്ങ് കട്ടിയതാണ് ഇത് ഇവരെ സ്പെഷ്യൽ വന്നു ഇതും കുഴപ്പമില്ല ടേസ്റ്റ് പിന്നെ ഇത് മലബാർ മുളകിട്ട താങ്ക് യു മോനേതാ എല്ലാവർക്കും മാംഗോ ജ്യൂസ് വന്നിട്ടുണ്ട് വിത്തൗട്ട് ഷുഗർ और एक बच्चे को ജാസി ഒന്നും കൂടെ എടുത്താ शुगर है അതെ ഇല്ല വലിയ ഷുഗറൊന്നുമില്ല കണക്കാം ഇല്ല കണക്കാം ഫുഡെല്ലാം കൊള്ളാല്ലേ അടിപൊളി ഗോപി അഞ്ചൂരി നൈസാ അല്ലേ ഞാൻ കൂട്ടില്ല ഗോപി കൂട്ടില്ല എന്താ apa saya malu മധുരമില്ലാത്ത നോക്കുന്നത് കുറേ മധുരമില്ല അനക്കത് മതി എല്ലാം ഓവർ ഷുഗർ അല്ല കറക്റ്റാ സാധാരണ നമ്മൾ ജ്യൂസ് കൂടി പോയാലും മധുരം ഇവർ കുത്തിക്കയറ്റി തരും എന്നിട്ട് അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടും കാശ്മീർ പോകുന്നില്ല കാശ്മീർ നീ എന്തിനാ കാശ്മീർ പോകുന്നതെന്നൊക്കെ അറിയാം ഇനിയിപ്പോ പോയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും പോവാം ഞാൻ കുറെ പ്രതീക്ഷിച്ചു എന്ത് മറ്റേ പെണ്ണും നീ ഇപ്പൊ കണ്ടെന്ന് വിചാരിക്കും അപ്പൊ നീ കണ്ടു എന്തായാലും ഒന്നും ചെയ്യാം നേരിട്ട് കണ്ടു അങ്ങനെ ചോദിക്കുന്നത് നേരിട്ട് കണ്ട എന്താ ചെയ്യാന്ന് ചോദിക്കാം നേരിട്ടുണ്ട പിന്നെ സാധാരണ ആൾക്കാരെന്ത് ചെയ്യും നിങ്ങളെന്താ സംസാരിക്കാം അതല്ലോ ഇങ്ങനെ സംസാരിച്ചു എന്റെ എന്താ നാണിക്കുന്നേ കാര്യം പറ ഇവിടെ ഒന്നാമത് എടാ എന്തായാലും നടക്കൂല എനിക്കൊരു നാണോ എന്താ എന്നാ നീ കാര്യം പറ നിങ്ങൾ സാറ് സംസാരിച്ച് പിരിയല്ലേ ചെയ്യാം അല്ലേ അല്ലാണ്ട് നീ ഓളുമായിട്ട് പ്രണയത്തിലൊന്നും ആവില്ലല്ലോ അപ്പൊ പിന്നെ കാണുന്നീ കാണാത്തയും സെയിം അല്ലേ ഞാൻ മാങ്ങ ജ്യൂസ് കുടി കഴിയുമ്പോണ്ട കുടിച്ചിന്റെ എനിക്ക് വേണ്ട മാങ്ങ ജ്യൂസ് എന്റെ ഷെമീറെ രണ്ടെണ്ണം കുടിച്ചില്ലേ ഷെമീറ ഫുഡ് എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് ഫുഡ് ഏതാണ് ഞാനും ഈ അഫ്ഗാൻ ചിക്കനും കൊള്ളാം ആ ഉറപ്പല്ല ഗേ പിന്നെ എടാ മനുഷ്യത്വത്തിന് ഇപ്പം ഗേ എന്നുള്ള പേരാണോ അങ്ങനെയാണെങ്കിലും ഓക്കെ മമ്മോ എടാ മമ്മോ ആ എന്താ നിന്റെ അഭിപ്രായം എന്താ കാശ്മീർ പോകുന്നതിൽ കാശ്മീരിൽ പോകാൻ പോവാം കാശ്മീർ ഇതിനെക്കാട്ട് അടിപൊളിയായിക്കൂലെ കാശ്മീർ ഇതിനെക്കാട്ട് അടിപൊളിയായിക്കൂലെ പക്ഷെ മഞ്ഞുള്ള ടൈമാ ഈ ടൈം കാശ്മീർ ഇപ്പം മഞ്ഞായിരുന്നു ഇല്ല മഞ്ഞില്ലാന്നല്ല പറഞ്ഞത് നമ്മൾ ലഭിച്ചു വെച്ച് പറഞ്ഞില്ലേ ഓളെ നാട്ടിലുണ്ടാവില്ല വേറെ തട്ടല്ലോ കാശ്മീർ എന്നല്ലേ അല്ല കാശ്മീർ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലം അത് ജമ്മു കാശ്മീർ രണ്ട് പാർട്ടല്ലേ ഉള്ളൂ മൂന്നാ കസറൊന്നുമില്ല ഒരു സ്ഥലം ജമ്മു കാസറല്ല ജമ്മു കാശ്മീർ വേറെ ജമ്മു വേറെ അങ്ങനെ ഇത് രണ്ട് സ്ഥലം അല്ല ജമ്മു കാശ്മീർ എന്നല്ലേ സാധാരണ അത് ഒരുമിച്ച് വിളിക്കുന്ന അതൊക്കെ പാർട്ടീഷനായി രണ്ടും തിരിച്ചെടുത്താ അതല്ല എന്നാലും പോവാ കാശ്മീരിൽ പോവാ അതാണ് ഞാനും പറയുന്നത് പോവാ പോയി തൊപ്പി ഓണാവെന്ന് പറയുന്നുണ്ട് ഓണാവിനിടെ എന്താ ഉള്ളത് അല്ല ബട്ടർ ചിക്കൻ ഇല്ലേ ആ ബട്ടർ ചിക്കനും പോയി വെച്ചില്ലേ
IRL ചെയ്യുമ്പോൾ നല്ല വാട്ടർ തീം പാർക്കോ ആക്ടിവിറ്റി കേട്ടോ ഇതെല്ലാം നമ്മൾ ചില്ല് ചെയ്യാൻ വന്ന സ്ഥലമാണ്. നമ്മൾ കുറേ ദിവസം ഫുള്ള് തിരക്കിൽ ഓടി വണ്ടിയിലാറ്റിനുള്ള ഓടി സംഭവം ശരിയാ. പക്ഷെ നമുക്ക് ലൈവ് അതെല്ലാം കഴിഞ്ഞൊന്ന് റിലാക്സ് ആണ് ഇവിടെ വന്നത്. ഇവിടെ എന്തോണാനോ ഇവിടെ ഇങ്ങനെ സമാധാനത്തിൽ മതി. സാഡൊന്നല്ല നമുക്ക് സ്റ്റില്ലിങ് ബ്രോ. ഷെമീർ വർഷം കൊണ്ടുവന്നേ നമ്മൾ സാഡ് എന്തിനാണ് ഇപ്പൊ സാഡ്? കേട്ടോ. നമ്മളെ പാട്ടല്ലേ? നല്ല നീ പാട്ട് നോക്കിയാ എനിക്ക് എങ്ങനെയാ നീ സേടാന്ന് ഈ പാട്ട് കേട്ട് എനിക്ക് സേടാൻ പറ്റും. ഓരോ ഓറാക്കല്ല ഇന്നേരത്തെ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലായിരുന്നു. എന്താ പറയാ എന്റെ പ്രശ്നം എന്താ മുള്ളു കൊണ്ടതാ ഞാൻ ഊനാലിൽ കയറിയ ശേഷം എന്താ എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. തങ്കമ്മേ ജ്യൂസ് വേണോ? തങ്കമ്മേ എന്റെ പ്രശ്നമായിരുന്നു കുറെ തിന്നു പക്ഷെ വയറ് പറഞ്ഞു പറഞ്ഞാ എനിക്കതിന് പ്രശ്നം ഉണ്ടാവും. എനിക്കതിന് പ്രശ്നമുള്ളതായിട്ട് ആരെങ്കിലും തോന്നിയാ ഇവൻ നീ പറയേണ്ട കാര്യത്തിൽ പറയുന്നല്ലേ മെയിനാൻ പറയുന്നല്ലോ. അതെന്തോ അങ്ങനെ തോന്നി. എനിക്ക് പ്രശ്നം നിനക്കാം. ആ തങ്കമ്മേ ഷാറുഖ് നേരത്തെ പാട്ട് തങ്കമ്മേ ഷമീറിന്റെ പെണ്ണിന്റെ തൊപ്പി നിൽക്കാതില്ല. ആര് ഇവൻ കൊണ്ടരാ ഇവന് പെണ്ണില്ലാന്ന് മാത്രമല്ല ഒരിക്കലും പെണ്ണാവൂല. കുണ്ടനം കുണ്ടനം നിങ്ങൾക്കെല്ലാം എന്നോട് ദേഷ്യാവും ഇങ്ങനെ പറഞ്ഞു. ഫുഡ് എന്തായാലും അടിപൊളിയാ, നൈസാണ്. അടിപൊളിയാണല്ലോ. പെട്ടെന്ന് അടിപൊളിയാ. പെട്ടെന്ന് അമ്മതേക്കും എല്ലാവരും പെട്ടെന്ന് ഒന്നുകൂടി വരാം. കുറച്ച് അങ്ങോട്ടേക്ക് പാതിരാത്രി ഒന്നുകൂടി ഞാൻ വയസ്സ് നെല്ലടി മനക്ക് നെല്ലടി തങ്കമ്മേ പണണിയാണ്ട നമ്മള് മറ്റേ റീൽ ഇട്ടില്ലേ, വണ്ടിന്റെ റീൽ ഇട്ടില്ല. അത് കത്തിയില്ല, ഇപ്പൊ ഞാൻ നോക്കിയില്ല എത്രയാണ് ആൾക്കാർ എന്താ പറയുക, കമന്റ്സ് എന്താ പോസ്റ്റ് കാണാൻ അടിപൊളിയാണല്ലോ. അവർ കുറെ ആൾക്കാർ ഇതിനും ചെയ്തിന് വരും, അവരെ ഇതല്ല സർവീസ് അല്ലോ നൈസാ. ഈസോണോ അതെന്തോ വേണ്ടെന്താ അതിനാകുമ്പോൾ കുറേ തന്നെ കാക്കും. ഇതെന്താ ആക്കി വെച്ചാ കൊള്ളി പോലെ ആക്കിയിട്ടുണ്ട്. ഞാൻ പൈസ ഇതാരെ സൂപ്പ് മുന്നൂറ്റാ എന്റെ സൂപ്പ് ഇത് ഇത് ഇവനെ കുടിക്കാനി ഇതിലെന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, ഉണ്ടോ? ഇതിൽ ലോഗിനാ. നനഞ്ഞല്ലോ ആയി. ഇപ്പൊ ലോഗിൻ ചെയ്താണെങ്കിലോ മുന്നിൽ ലോഗിൻ ചെയ്തിനാ ഒരു ഉള്ളുന്നുള്ളി ഒറ്റ വിടല് 2 million ആയല്ലോ. 2 million ആയാ? കൂടുതലുണ്ട് അപ്പടിയോ. നമ്മള് കുറച്ചു നേരം ലൈറ്റ് ഇട്ടിട്ട് 2-3 മണിക്കൂർ 2.5 മണിക്കൂറോ 2 മണിക്കൂറായി 3 മണിക്കൂറായി. ആരാ കമന്റ് ഇട്ട് അതില് കമന്റിന് കേട്ടാ ലൈക്ക് അത് കണ്ടിട്ട് ഷെമീർ ഇട്ടില്ല അതേപോലെ ടൈം ലൈക്ക് ഇട്ടും കിട്ടി. പാവോ. ഓ ജാസിന് കമന്റിന് ഏറ്റവും ലൈക്ക്, പിന്നെ അതിന്റെ കമന്റിന്, പിന്നെ മമ്മൂന്റെ, പിന്നെ റാമോന്റെ, പിന്നെ മുന്നിന്റെ, പിന്നെ ഒരു മണ്ട്. എല്ലാം ഉണ്ട് അവനെ കളിയാക്കാം. ഓനിക്കുണ്ട് എത്രയുണ്ട് എത്രയുണ്ട്? 163 നോട്ട് 163 അതുപോലെ ചെലവാണോ ഷെമീറെ? ചെലവാണോ ചെലവുണ്ട് 200 ചെലവാണ്. 2 ദിവസം കൊണ്ട് 200 അടിച്ച ചെലവാണ്. പാവടാ. ഇവരെപ്പോ ഇത് അവസ്ഥ ഇതിന്റെ കമന്റ് ആരും ലൈക്ക് ചെയ്യൂല. ഉറപ്പല്ലേ? അതങ്ങനെ ഇത് ഭയങ്കര നോർമി കമന്റ് ഇടുന്നോണ്ടാ. ഇത് നോർമിയാ അല്ലെ? അതെ. പിന്നെ
നീ ഓപ്പണം പോ. ഞാനത് കമന്റ് കിട്ടിയതാണ്. ഒരു വണ്ടി കൊടുക്കാത്തതിന്റെ ഈഗോ പ്രശ്നം കാര്യം അങ്ങ് ഉച്ചയിലെത്തിയിട്ടുള്ളത്. മൊട്ടന്മാര് വണ്ടി കിട്ടിയിട്ട് വേണ്ട എനിക്ക്. നമുക്ക് നമ്മുടെ വണ്ടി കാണാത്ത അല്ല നമ്മളെല്ലാം ഹൗസ് റേറ്റ് നടക്കുമ്പോൾ വണ്ടി കണ്ടില്ല. അത് വേറെ കാര്യം. എന്നിട്ട് നമ്മൾ നമ്മളെക്കാളും എത്രയോ മുന്നേ സീനിലുണ്ട്. വണ്ടീൻ്റെ സീൻ നമ്മളിപ്പോൾ വരുന്നത്. ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് ഞാൻ ചെയ്യലോ. ഫേസ് ലിഫ്റ്റ് ചെയ്താൽ പോയി. പിന്നെ എന്തിനാ പിന്നെ ടൈപ്പ് വണ്ണ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ മോഡലിലേക്ക് ബോഡി കിറ്റ് മാറ്റം. അങ്ങനെയാണ് പിന്നെ പുതിയ മോഡൽ എടുത്താൽ പോലെ. ഫോർച്യൂണർ പുതിയ മോഡൽ എടുത്താൽ പോലെ. പുതിയ മോഡലിന്റെ ലുക്ക് ഫസ്റ്റ് ടൈപ്പ് ആണ്. നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് അറിയാൻ ഫോർച്യൂണർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ മസിലാണ്. അത് വേറെ തന്നെ രസമാണ്. ഞാൻ ഒരിക്കലും ഫേസ് ലിഫ്റ്റ് വരാം. വേറെന്തല്ലേ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നു. ഇത് തന്നെ ഇതിൽ തന്നെ എന്തെല്ലോ ചെയ്യാം. ഫേസ് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇത് പോയി. ഇല്ല ജനറലും കാണുന്നവർക്ക് ഇന്നോവ ഫീൽ അടിക്കും. അല്ല ഇന്നോവ മുതലാളി ഉണ്ട് ഇവിടെ. ചാർജ് ചെയ്താ ഇത് നീ ഞാൻ പിടിച്ചിരിക്കുന്നതാണ് വെച്ചാൽ ഏതാണ്ട് കുറെ സമയം നിൽക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കാൻ എനിക്ക് എല്ലാവരും പറ്റില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ കമന്റ്സ് നോക്കിയിട്ട് സമയം എടുക്കും. ആരെ അക്കത്തിലാകെ പോയി അസ്വസ്ഥതയാവും. അടിക്കാറ്റ് അതിന്റെ ഇടക്ക് മുന്നൊരു നോർമി കമന്റ് MVD കാണാതെ ഇനി എങ്ങനെ കേരളത്തിൽ ഇത് ഞാൻ ഓടിക്കും. ഇവന് ഓട്ടിക്കാനേ കൊടുക്കല്ല. ജാസിനാ മതി ഇനി റോഡ് ഇവൻ ഭരിക്കും. ആ കമന്റ് എത്രയും കൂടുതൽ ഇതില്ലേ. ശരിക്കും ഇതെന്താ ഐഫോൺ ചാർജ് എന്റെ ബാറ്ററി താഴെ ഞാൻ 100 വെച്ചതല്ലേ. അല്ല 80 അല്ലേ. ഞാൻ പഠിക്കാം. ഇപ്പൊ എത്ര മണിക്കൂറായി ലൈവ്? ലൈവ് പെട്ടെന്ന് നിർത്താൻ വരും. പവർ ബാങ്ക് കണ്ടല്ലോ. ടിഷ്യൂ ആ അതെ ഞാൻ ഫോണിലല്ലേ അതെല്ലാം സ്കൂളില്ലെന്ന് നോക്കുന്ന സ്കൂളുണ്ട് പോ ജീവല്ലേ മഴയാണ് കണ്ണൂർ റെഡ് കേട്ടോ. എന്റെ ഫോൺ ഇല്ല. ആ മുകളിലിരിക്കും. ടേബിളിന്റെ മുകളിലിരിക്കും. അവിടെ കിടക്കണ്ടാവും. ഈ മുന്നേ എന്തൊരു കോട്ടിയല്ലേ. എന്നാ നീ പോയിട്ട് എടുത്തിട്ട് നമ്മള് മുകളിലേക്ക് നീ വന്നോ. ഒരു ഫോൺ ഇത് ഫോൺ താടാ. അതിൽ സ്കൂളില്ല നോക്കുന്നോ എല്ലാരും. റെഡ് അലേർട്ട് കണ്ണൂര്. റെഡ് അലേർട്ട് ആയോണ്ടല്ലോ നീ മടിച്ചിട്ട് പോകാത്തല്ലോ. മടിച്ചിട്ട് തന്നെ പോകും. പിന്നെ തിരിച്ച് നമുക്ക് ഓഫ് റോഡ് ജീപ്പി പോയാലോ. പോയാലോ വണ്ടിയിൽ കൊണ്ടാക്കൂല. ട്രക്കിങ്ങില്ലേ ട്രക്കിംഗ് ഉണ്ടല്ലേ രാത്രി. അതിലെല്ലാവർക്കും അറ്റാക്ക് കയറാൻ പറ്റും. നല്ല ഫുഡ് അല്ല അതിലെല്ലാവർക്കും കയറാൻ പറ്റില്ല. 1 2 3 4 5 6 6 പേർക്ക് കയറാൻ പറ്റുമോ?